أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها المؤمنون أوصيكم وإياي أولا بتقوى الله. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമ്മുടെ ഖാലിഖായ, നമ്മുടെ മാലിക്കായ, നമ്മുടെ റാസിഖായ, നമ്മുടെ മുദബ്ബിറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പലരും ഈയൊരു മാസം അതൊരാഘോഷത്തിൻ്റെ മാസമായി കണ്ട് നാടുനീളെ തോരണങ്ങളും മറ്റും കെട്ടി നാടുനീളെ മൗലീദ് സദസ്സുകൾ സംഘടിപ്പിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിൻ്റെ പേരിൽ റാലിയും മറ്റു ഘോഷയാത്രകളും സംഘടിപ്പിച്ച് ഒരാഘോഷമായി കാണുന്ന സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാടുകളിലുള്ളത്. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച, അവിടുന്ന് ദീന് കേട്ട സ്വഹാബാക്കൾക്ക് റബീഉൽ അവ്വൽ വരുമ്പോൾ റബീഉൽ അവ്വലിനെ കുറിച്ച് അവർക്കാർക്കും ഒരിക്കലും ഇത്തരമൊരു ആഘോഷത്തിൻ്റെ ചിന്തയല്ല ഉണ്ടായിരുന്നത്. മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഷഹിദ്തുഹു യൗമ ദഖലൽ മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മക്കയിൽ നിന്നും മുശ്രിക്കീങ്ങളുടെ പീഡനങ്ങൾ സഹിക്കാൻ സാധിക്കാതെ കൊടിയ അക്രമങ്ങളും പ്രയാസങ്ങളും കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും പരിഹാസങ്ങളും സഹിക്കാൻ സാധിക്കാതെ റസൂലുള്ളാഹിയും സ്വഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോന്ന അഖബ ഉടമ്പടികൾക്ക് ശേഷം റസൂലുള്ള വന്ന ഹിജറ ദിവസം റസൂലുള്ളയെ മദീനയിൽ സ്വീകരിച്ച ദിവസം ഞാനതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഫമാ റഅയ്തു യൗമൻ ഖത്തു കാന അഹ്സന വലാ അദ്വഅ മിൻ യൗമിൻ ദഖല അലൈനാ ഫീഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിച്ച ആ ഒരു സുന്ദരമായ ദിവസത്തേക്കാൾ പ്രകാശപൂരിതമായ സന്തോഷം ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും നല്ലൊരു ദിവസത്തെക്കുറിച്ച് ഞങ്ങൾക്കാർക്കും അറിയില്ല. വശഹിദ്തുഹു യൗമ മൗതിഹി. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസത്തെയും ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഫമാ റഅയ്തു യൗമൻ കാന അഖ്ബഹ വലാ അദ്ലമ മിൻ യൗമിൻ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മരിച്ച ആ ദിവസം ഉണ്ടല്ലോ, ആ റബീഉൽ അവ്വലിലെ 12 എന്നല്ലോ, അതിനേക്കാൾ ഇരുണ്ട മോശപ്പെട്ടൊരു ദിവസത്തെയും ഞങ്ങൾക്കാർക്കും അറിയില്ല എന്ന് പ്രവാചകന്റെ ഭൃത്യൻ, പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്വഹാബികൾക്ക് റബീഉൽ അവ്വൽ വരുമ്പോൾ, പ്രത്യേകിച്ചും റബീഉൽ അവ്വൽ 12 വരുമ്പോൾ സ്വഹാബികൾക്കുള്ള ചിന്ത അതായിരുന്നു നമ്മൾ അറിയേണ്ടതുണ്ട്. ആ റബീഉൽ അവ്വൽ 12-ന് നമ്മുടെ പ്രിയപ്പെട്ട റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ അനസ്, അല്ലയോ അനസേ, കൈഫ സഹനത് അൻഫുസുക്കും അൻ തഹ്സു തുറാബ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ അനസേ, പ്രവാചകന്റെ മൃതശരീരത്തിനുമേൽ പ്രവാചകനെ ഖബറിലേക്ക് ഇറക്കി വെച്ച് അതിനുമേലെ മണ്ണിടാൻ എങ്ങനെയാണ് അനസേ നിങ്ങൾക്ക് സാധിച്ചത് എന്ന് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം സ്വഹാബാക്കൾക്കെല്ലാം ഒന്നടങ്കം അവർക്കൊരിക്കലും സഹിക്കാൻ സാധിക്കാത്ത
താങ്ങാൻ സാധിക്കാത്ത വിഷമമായിരുന്നു എന്ന് ചരിത്രത്തിന്റെ താളുകൾ വായിക്കുന്ന, ഹദീസുകൾ പഠിക്കുന്ന ഏതൊരു വിശ്വാസിക്കും ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ അസ്വാബ അഹദുക്കും മുസീബ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഉപദ്രവവും വല്ല മുസീബത്തും ബാധിക്കുകയാണെങ്കിൽ ഫൽയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ മിൻ അഅ്ദമിൽ മസായിബ്, നിങ്ങൾ എന്നെ കൊണ്ടുള്ള എൻ്റെ വിയോഗമെന്ന മുസീബത്തിനെ ഓർക്കൂ, കാരണം അതാണ് ഒരു മനുഷ്യന് ബാധിക്കുന്ന ഏറ്റവും വലിയ മുസീബത്ത്. മുസ്ലിം ഉമ്മത്തിന്, ലോകത്താകമാനമുള്ള ജനങ്ങൾ ഇന്ന് വരെ സഹിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ അതൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ലോകത്തിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ വിയോഗമാണ് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം വിയോഗിച്ച, അദ്ദേഹം വിയോഗപ്പെട്ട, അദ്ദേഹം മരണപ്പെട്ട, അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞ ഈ റബീഉൽ അവ്വൽ മാസത്തിലെ എങ്ങനെയാണ് മുസ്ലിങ്ങളായ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഏതൊരു മുസ്ലിമിൻ്റെയും കണ്ണ് നിറയും. പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, അറിയുമ്പോൾ ഏതൊരു മുസ്ലിമിൻ്റെയും, പ്രവാചകനോട് ഒരു തരിമ്പെങ്കിലും സ്നേഹമുള്ള ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ പ്രിയപ്പെട്ടവരെ വികാരം ഉൾക്കൊള്ളും. റസൂലുള്ളാഹ് മരിക്കുന്നതിന് മുമ്പ് തന്നെ മരണത്തിന് ചില സൂചനകൾ റസൂലുള്ളാഹ് നൽകുന്നുണ്ട്. എല്ലാ വർഷവും റസൂലുള്ളാഹ് 10 ദിവസമാണ് റമദാനിൽ ഇഅ്തികാഫ് ഇരിക്കാറുള്ളത്. എന്നാൽ റസൂലുള്ളാഹ് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം റസൂലുള്ളാഹ് 20 ദിവസമാണ് ഇഅ്തികാഫ് ഇരുന്നത്. എല്ലാ വർഷവും ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക്, പ്രത്യേകിച്ചും ആ വർഷം റസൂൽ 20 ദിവസം ഇഅ്തികാഫ് ഇരുന്ന വർഷം ഖുർആൻ അധികം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിൽ നിന്നും മുറാജ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിജ്റ 10-ാം വർഷം ഹജ്ജത്തുൽ വിദാ, റസൂലുള്ളാഹ് ആദ്യമായും അവസാനമായും ചെയ്ത ഹജ്ജ്, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി വല്ലാഹി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ബിമകാനി ഹാദാ. സ്വഹാബാക്കളെ, അല്ലാഹുവാണേ സത്യം, എനിക്കറിയില്ല ഈ ദിവസത്തിനപ്പുറം ഈ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല. സ്വഹാബാക്കളെ, ജംറയിൽ കല്ലെറിയുമ്പോൾ റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖുദൂ മനാസികക്കും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്ന് പഠിക്കണം. കാരണം ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ, ഈ ഒരു ദിവസത്തിന് ശേഷം എനിക്ക് നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്ന്, ഈ ഒരു വർഷത്തിന് ശേഷം ഞാൻ ഹജ്ജ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷം പറയുകയാണ്. അതുപോലെ തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ യമനിലേക്ക് അയക്കുമ്പോൾ, മുആദേ, നീ തിരിച്ചു വരുമ്പോൾ, ആരാ മുആദ്? റസൂലുള്ളാഹിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. പ്രബോധനത്തിന് വേണ്ടി യമനിലേക്ക് അയക്കുക. മുആദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുആദേ, നീ തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷെ നിനക്ക് എൻ്റെ ഖബറിന്റെ ചാരത്തുകൂടി നടന്നു പോകേണ്ടി വരുന്നു. അത് കേട്ട മുആദ് സങ്കടപ്പെട്ടുകൊണ്ട്, എത്ര വൈകാരിക നിമിഷമായിരിക്കും അത്. സ്വഹാബാക്കൾ ജീവനേക്കാൾ സ്നേഹിച്ച മുആദ് റളിയല്ലാഹു അൻഹു, ജീവനേക്കാൾ സ്നേഹിച്ച റസൂൽ പറയാ, മുആദേ, നീ തിരിച്ചു വരുമ്പോൾ ഇനി എൻ്റെ ഖബറിന്റെ ചാരത്ത് കൂടി ആയിരിക്കും നീ മുആദേ നടക്കുക. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ ഹിജ്റ 11-ാം വർഷം സഫർ 29-ാം തീയതി തിങ്കളാഴ്ച റസൂലുള്ളാഹ് ബഖീഉൽ ഖർഖദിൽ ഒരു ജനാസയിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ റസൂലുള്ളാഹിക്ക് അതിശക്തമായ തലവേദന തുടങ്ങി. അതിന് കാരണം, ഖൈബർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി മടങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിയും സ്വഹാബാക്കളെയും ഒരു ജൂത പെണ്ണ് സൽക്കരിച്ചു. റസൂലുള്ളാഹി ആ സൽക്കാരം സ്വീകരിച്ചു. പക്ഷേ ഈ ജൂത സ്ത്രീ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരുന്നു. റസൂലുള്ളാഹിക്ക് അതറിഞ്ഞില്ല. വലിയൊരു പോയിന്റ് ഇതിലുണ്ട്. ആരാ അള്ളാഹിൻ്റെ റസൂല്? ആദ്യം സ്വർഗത്ത് പ്രവേശിക്കുന്ന ആളാ. ആ റസൂലുള്ളാഹിക്ക് തൻ്റെ മുമ്പിലുള്ള ഭക്ഷണത്തിൽ വിഷമുണ്ടെന്ന് തിരിച്ചറിഞ്ഞില്ല. ചില സ്വഹാബികൾ മരിച്ചു ഭക്ഷണം കഴിച്ച ആൾക്കാർ, അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഇതിൽ വിഷമുണ്ടെന്ന്. റസൂലുള്ളാഹി അപ്പോഴേക്കും അല്പം ഭക്ഷണം കഴിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഔലിയാക്കളെ കുറിച്ച് പറയുന്ന വാക്കെന്താ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ഒരു മനുഷ്യൻ അവൻ്റെ ഒരു കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നമ്മുടെ കൽബിലുള്ളത് കാണുന്നാണ് മാലയിൽ ഏതോ ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചുകൊണ്ട് പറയുന്നത്. ഒരിക്കലും റസൂലിന് പോലും അറിയില്ല തൻ്റെ മുമ്പിലുള്ള ഭക്ഷണത്തിൽ വിഷമുണ്ടെന്ന്. റസൂലുള്ളാഹിക്ക് അറിയില്ലായിരുന്നു. റസൂലുള്ളാഹി കഴിച്ചു. ചില സ്വഹാബികൾ മരിച്ചു. അപ്പോൾ ആയിഷ റസൂൽ പറഞ്ഞു, ആയിഷ, അന്ന് കഴിച്ച ആ വിഷമുണ്ടല്ലോ, അതിൻ്റെ വേദന എന്നെ അലട്ടി തുടങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് ശക്തമായ തലവേദന വന്നു. റസൂലുള്ളാഹി ചോദിച്ചു, ഐന അനൽ യൗം ഐന അന ഗദൻ, ഇന്ന് ഞാൻ എവിടെയാണ്, നാളെ ഞാൻ എവിടെയാണ്? റസൂലുള്ളാഹിക്ക് ധാരാളം ഭാര്യമാരുണ്ട്. ഭാര്യമാരോട് നീതി പാലിക്കണം. 2 ഭാര്യമാരുണ്ടെങ്കിൽ 2 പേരോടും തുല്യമായി നീതി പാലിക്കണം. അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യം. നീതി പാലിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ബാക്കി ഭാര്യമാർക്ക് മനസ്സിലായി റസൂലുള്ളാഹിക്ക് കൂടുതൽ ഇഷ്ടം ഈ സമയത്ത് ആയിഷ ബിയുടെ കൂടെ ജീവിക്കാനാണ്.
മറ്റു ഭാര്യമാരെല്ലാം, നമ്മുടെ ഉമ്മമാരെല്ലാം പ്രവാചകനെ ആയിഷ ബിയുടെ വീട്ടിലേക്കാക്കി മാറ്റുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി. സഫർ 29 റസൂലുള്ളാഹിക്ക് തലവേദന ബാധിച്ചു. ഹിജ്റ 11 വർഷം രോഗിയായിട്ട് റസൂലുള്ളാഹിക്ക് പ്രിയപ്പെട്ടവരെ നല്ല രീതിയിൽ നടക്കാൻ പോലും പറ്റണില്ല. ആ സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്ക് മുഅവ്വിദത്തൈനുകളും സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും സൂറത്തുൽ ഇഖ്ലാസും ഓതി റസൂലുള്ളാഹിക്ക് ആയിഷ ബിവദ് റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് തടവി കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹി മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് ബുധനാഴ്ച, റസൂലുള്ളാഹി റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് മരണപ്പെടുന്നത്. റസൂലുള്ളാഹി മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് ബുധനാഴ്ച ചരിത്രത്തിൽ കാണുവാൻ പറ്റും റസൂലുള്ളാഹിന്റെ തലക്കും വയറിനും വലിയ വേദന വന്നു. അങ്ങനെ റസൂലുള്ളാഹി തലക്ക് മേലെ വെള്ളമൊഴിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അല്പ ആശ്വാസം കിട്ടി റസൂലുള്ളാഹിക്ക്. അല്പ ആശ്വാസം കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വഹാബികളുടെ കൂടെ പള്ളിയിലേക്ക് പോവാണ്. നമുക്കിന്ന് എന്തെങ്കിലും ഒരു കാലിനൊരു മുള്ളുത്തിയാൽ പള്ളിക്ക് നമ്മൾ ആരും വരൂല. അള്ളാന്റെ റസൂലുള്ളാഹി മരിക്കാൻ കിടക്കുക. ചരിത്രത്തിൽ കാണാൻ പറ്റും നമ്മൾ 2 പേര് അനുഭവിക്കുന്ന വേദന അള്ളാന്റെ റസൂൽ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടെന്ന്. അതിശക്തമായ വേദനയിൽ പോലും എഴുന്നേറ്റ് നിൽക്കാൻ ബോധം കിട്ടിയപ്പോൾ റസൂലുള്ളാഹി പള്ളിക്ക് വരിക. എന്നിട്ട് മിമ്പറിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് വഅദ് പറഞ്ഞു കൊടുത്തു, പ്രസംഗിക്കണം. റസൂലുള്ളാഹി സ്വഹാബാക്കളോട് പറഞ്ഞു, അന്ന് റസൂലുള്ളാഹി ഖുതുബ നടത്തുകയാണ്. ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന യുതിയഹു മിൻ സഹറത്തി ദുനിയ മാ ശാഅ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഒരു അടിമ, അയാൾക്ക് ദുനിയാവും അള്ളാഹിൻ്റെ അടുത്തുള്ളതും തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകി. ആ അടിമ അള്ളാഹിൻ്റെ അടുത്തുള്ളത് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ഖുതുബ പറഞ്ഞപ്പം ഇത്ര ഒരു വാചകം പറഞ്ഞു. ആ സമയത്ത് മദീനത്തെ പള്ളിയിൽ ഒരു സ്വഹാബി പൊട്ടി 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 കരയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാവരും ചോദിച്ചു, ഉൻദുറു ഇലാ ഹാദ ശൈഖ്, ആ സ്വഹാബിയിലേക്ക് നോക്കൂ, എന്തിനാ അദ്ദേഹം കരയുന്നത്? റസൂലുള്ളാഹി ഒരടിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഒരടിമ ദുനിയാവും പരലോകവും പഠിച്ച റബ്ബ് കൊടുത്തപ്പോൾ അടിമ പരലോകം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ആ സ്വഹാബി കരയുന്നത്? ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി അദ്ദേഹം പറയാണ്, ഹുവൽ മുഖയ്യർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ആ തിരഞ്ഞെടുത്ത വ്യക്തി. വകാന അബൂബക്കർ ഹുവ അഅലമനാ ബിഹി, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഞങ്ങളെക്കാൾ അറിവുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ മരണമാണെന്ന് അബൂബക്കർ റളിയല്ലാഹു തിരിഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി മദീനത്തെ പള്ളിയിൽ കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അന്ന് റസൂലുള്ളാഹി സ്വഹാബികൾക്ക് പ്രധാനമായും ചില ഉപദേശങ്ങൾ നൽകി. അന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അഖ്വഫു മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹറത്തി ദുനിയ. സ്വഹാബത്തെ, നിങ്ങൾ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം അത് ദുനിയാവിന്റെ സഹറത്ത് ദുനിയയാണ്. സ്വഹാബത്ത് ചോദിച്ചു, വമാ സഹറത്ത് ദുനിയ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹറത്ത് ദുനിയ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞാണ്, ബറകാത്തുൽ അർദ്, ഭൂമിയിലെ അനുഗ്രഹങ്ങൾ, ദുനിയാവിന്റെ പളപളപ്പുകൾ, അതാണ് സ്വഹാബത്തെ നിങ്ങൾ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മളത് ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടുക. നമ്മുടെ തിരുദൂതർ റസൂലുള്ളാഹി മരിക്കുമ്പോൾ പറഞ്ഞ വാക്ക, സ്വഹാബത്തെ നിങ്ങൾ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്താ? സഹറത്തു ദുനിയ, ദുനിയാവിലെ അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ നെട്ടോട്ടം ഓടുന്നതാ. പ്രിയപ്പെട്ടവരെ, ഗരൂരം നമ്മൾ ആലോചിക്കണം. അത് റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, ഒന്ന് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ. യഹൂദന്മാരെയും നസ്വാറാക്കളെയും അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. എന്താ കാരണം? അവരുടെ മഹാന്റെ ഖബറിടം ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ പോലും ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കുന്നുണ്ട്. ഇസ്ലാമികമായിട്ട് ഖബർ ഒരു ചാണയെ വെക്കാൻ പറ്റുള്ളൂ. അതിന് മേലെ ഖബറുണ്ടോ അത് വെട്ടി നിരപ്പാക്കണം ഇസ്ലാമിന്റെ നിയമം. റസൂലുള്ളാഹി പറഞ്ഞു, വലാ ഖബറൻ മുസ്രിഫൻ ഇല്ലാ സവൈത. അലിയെ, ഒരു ചാണിന് മേലുള്ള ഖബറുണ്ടോ അത് വെട്ടി നിരപ്പാക്കണം. നമ്മളൊക്കെ നാടുകളിലെ പല ജാറങ്ങളും പല മഖബറുകളും ഒരു മനുഷ്യന്റെ അത്ര ഉയരുണ്ട്. പറ്റൂല, ഇസ്ലാമികമായിട്ട് യാതൊരു തെളിവും അതിനില്ല. റസൂലുള്ളാഹി പറയാണ്, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പടച്ച റബ്ബ് ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? മഹാന്റെ ഖബർ അവർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. ഇന്ന് മുസ്ലിം സമൂഹം പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് പകരം ജാരങ്ങളിലേക്കും മഖ്ബറകളിലേക്കും പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി വീണ്ടും പറയാണ് സ്വഹാബാക്കളോട്, റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസൻ യുഅബദ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ. അല്ലാഹുവേ, എൻ്റെ ഖബർ ഒരാരാധിക്കുന്ന വിഗ്രഹമാക്കി നീ മാറ്റരുത് പടച്ചോനെ. അല്ലാഹുവേ, എൻ്റെ ഖബറിൽ നീ ഉറൂസ് ഉണ്ടാക്കരുതേ അല്ലാഹ്. അള്ളാഹിന്റെ റസൂൽ മരിക്കണ സമയത്തുള്ള പ്രാർത്ഥന അൽഹംദുലില്ലാഹ്, അള്ളാഹ് പ്രാർത്ഥന സ്വീകരിച്ചു. ഇന്നും റസൂലിന്റെ ഖബറിൽ ഒരു നേർച്ചല്ല, റസൂലിന്റെ ഖബറിൽ ഒരു നേർച്ചല്ല. റസൂലിന്റെ ഖബറിൽ പ്രിയപ്പെട്ട അത്തരം ഒരു ഉറൂസ് റസൂലിന്റെ ഖബറിൽ ഇല്ലല്ലോ.
റസൂലിൻ്റെ ഖബർ ഇന്ന് ആരാധിക്കുന്ന വിഗ്രഹമായി മാറ്റിയിട്ടില്ല. അങ്ങനെ റസൂലുള്ള മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് റസൂലുള്ള വീണ്ടും പള്ളിയിലേക്ക് വന്നു. സ്വഹാബികൾക്ക് ഉപദേശം കൊടുക്കുക. അന്ന് റസൂലുള്ള കൊടുത്ത ഉപദേശമാണ് ജസീറത്തുൽ അറബ് അത് മുസ്ലിങ്ങളുടെ മാത്രമാക്കണം, ജൂതന്മാർക്കും മറ്റുള്ളവർക്കും ഒക്കെ ജസീറത്തുൽ അറബിൻ്റെ പുറത്ത് വീടും സ്ഥലവും നൽകും. അതുപോലെ തന്നെ ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങൾ നിസ്കാരം ഒഴിവാക്കരുത്. റസൂലുള്ള സ്വഹാബിക്ക് കൊടുക്കുന്ന ഉപദേശം എപ്പം മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് വ്യാഴാഴ്ച. അന്ന് റസൂലുള്ള 4 വക്ത് ഇമാമായി നിസ്കരിച്ചു. രോഗം കൂടിയിട്ട് റസൂൽ 4 വക്ത് ഇമാമായി നിസ്കരിച്ചു. അതിൽ മഗ്രിബ് നിസ്കാരത്തിൽ റസൂൽ ഓതുന്നത് സൂറത്തുൽ മുർസലാത്ത. എത്ര പേജുണ്ട് മുർസലാത്ത്? 1.5 പേജുണ്ട്. 1.5 പേജുണ്ട് മുർസലാത്ത്. റസൂലുള്ള രോഗിയായി കിടക്കുമ്പോൾ മരിക്കുന്നതിൻ്റെ രോഗിയായി കിടന്ന് അന്ന് മഗ്രിബിന് ഓതുന്ന ആയത്താണ്, സൂറത്താണ് സൂറത്തുൽ മുർസലാത്ത്, 1-ാമത്തെ റക്അത്തിൽ. നമുക്ക് മഗ്രിബിന് ഇമാമ് 2 ആയത്ത് അധികം ഓതിയാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. റസൂൽ രോഗിയായി കിടക്കുമ്പോൾ ഓതുകയാണ് സൂറത്തുൽ മുർസലാത്ത് 1.5 പേജ്. റസൂൽ ഓതി. വീണ്ടും ചരിത്രത്തിൽ കാണാൻ പറ്റും ഇശായിൻ്റെ സമയമായപ്പോൾ റസൂലുള്ളാഹിൻ്റെ ബോധം നഷ്ടപ്പെട്ടു എന്നാ. റസൂലുള്ളാഹിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. ബോധം വന്നപ്പം റസൂലുള്ള ചോദിച്ചു, അസല്ലന്നാസ്, റസൂൽ ജനങ്ങൾ നിസ്കരിച്ചോ? ആയിഷ ബീവി പറഞ്ഞു, ഇല്ല ഹും യന്തദിറൂന, ഇല്ല റസൂലേ ഒരു നിങ്ങളെ കാത്തിക്കാണ്. റസൂലുള്ള പറഞ്ഞു, വെള്ളം കൊണ്ടുവരും, ഒന്നെടുക്ക്. റസൂൽ ഒന്നെടുത്തു കൊണ്ടുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ബോധം വീണ്ടും പോയി. വീണ്ടും ബോധം വന്ന് റസൂലുള്ള ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ഇല്ല റസൂലെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീണ്ടും ഒന്നെടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്നു. ഒന്നെടുത്തോണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ബോധം വീണ്ടും പോയി. വീണ്ടും ബോധം വന്നു. റസൂലുള്ള ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? റസൂൽ സഹാബത്ത് പറഞ്ഞു, ഇല്ല റസൂൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു ഇമാമക്കാൻ വേണ്ടി മുറു അബൂബക്കർ ബിസ്സലാം, അബൂബക്കർ ഇമാമക്കാൻ. അന്ന് ഇശാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ട മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ശനിയാഴ്ച റസൂലുള്ളാഹി സ്വയം ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. റസൂലുള്ളാഹിക്ക് സ്വയം എണീറ്റ് നിൽക്കാൻ കഴിയില്ല. രോഗം കൂടി വരിക. ദുഹറിൻ്റെ സമയമായപ്പോൾ അല്പം ആശ്വാസം കിട്ടി. അന്ന് അലി റളിയല്ലാഹു അൻഹുവിനെയും അബ്ബാസ് റളിയല്ലാഹുവിനെയും തോളിൽ കൈയിട്ട് റസൂലുള്ളാഹി പള്ളിക്ക് പോയി. നടക്കാൻ കഴിയണില്ല, സ്വയം നിൽക്കാൻ കഴിയണില്ല. 2 സ്വഹാബികളുടെ തോളിൽ കൈയിട്ട് കൊണ്ട് റസൂലുള്ളാഹി പള്ളിക്ക് ചെല്ലുക. നമുക്കൊന്നൊരു ചെറിയ പ്രയാസം ഉണ്ടെങ്കിൽ പള്ളിക്ക് വരാൻ പറ്റണില്ല. നമ്മുടെ നാട്ടിൽ പല ഔലിയാക്കളെയും കുറിച്ച് പറഞ്ഞത്, വലം യഅലമു അന്നി ഉസല്ലി ബി മക്കത്ത്, നിസ്കരിക്കൂല ഔലിയാക്കളായി നിസ്കരിക്കൂല. അല്ല, സ്വർഗത്തിൽ ആദ്യം പോകുന്ന അല്ലാഹുവിന്റെ റസൂലുള്ളാഹി അഫ്ദലുൽ ബശർ, ലോക സൃഷ്ടികളിൽ ലോക മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുമ്പോൾ പോലും സ്വഹാബികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പള്ളിയിലേക്ക് പോവാണ്. റസൂലുള്ളാഹി പള്ളിയിലേക്ക് ചെന്നു. അങ്ങനെ റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമുക്ക് നാണ് ളുഹറിൻ്റെ സമയത്ത് പള്ളിയിൽ. റസൂലിനെ കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നോട്ട് മാറി. റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട, നിങ്ങളെന്നെ നിന്നോടി എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിനെയും സ്വഹാബത്ത് മൊത്തം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമു നിന്നുകൊണ്ട് നിസ്കാരം മുന്നോട്ട് പോയി. അങ്ങനെ ഭരണത്തിൻ്റെ തലേ ദിവസം ഞായറാഴ്ച റസൂലുള്ളാഹി തനിക്കുള്ള അടിമകളെ മോചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് ചില അടിമകളൊക്കെ ഉണ്ടായിരുന്നു. അവരെ മൊത്തം റസൂലുള്ളാഹി മോചിപ്പിച്ചു. അന്ന് റസൂലിൻ്റെ കയ്യിലുള്ളത് വെറും 7 ദീനാറാണ്. ഇസ്ലാമിക ലോകത്തെ പ്രവാചകൻ, മുസ്ലിങ്ങളുടെ ആചാര്യ നേതാവ്, ജസീറത്തുൽ അറബിന്റെ കിരീടം വെക്കാത്ത രാജാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ആകെ കയ്യിലുള്ളത് 7 ദീനാർ. ആ 7 ദീനാർ റസൂലുള്ളാഹി എന്ത് ചെയ്യാണ്? ദാനം കൊടുക്കണം അള്ളാഹിന്റെ മാർഗത്തിൽ. അതിനുമുമ്പ് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, കുറച്ച് മരിക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ്, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകാനുണ്ടോ? എന്താ റസൂലുള്ളാഹി അല്ലേ, ഞാൻ ആരോടെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണമെന്ന് അള്ളാഹിന്റെ റസൂലുള്ളാഹി പറയാം മരിക്കുന്നതിന് മുമ്പ്. റസൂലുള്ളാഹി ആരോട് എന്തെങ്കിലും ചെയ്യോ പ്രിയപ്പെട്ടവരെ? ഇല്ല, റസൂലിൽ നിന്ന് നിർബന്ധമാണ്. എന്നെ കൊണ്ടൊരാൾക്കും ഒരു പ്രയാസം ഉണ്ടാവുക. അപ്പോൾ സ്വഹാബി പറഞ്ഞു, റസൂൽ എനിക്ക് അങ്ങ് 3 ദീനാർ തരാണ്ട്. അങ്ങനെ ഫദിൽ 3 ദീനാർ കൊടുക്കുന്ന ചരിത്രത്തിൽ കാണാൻ പറ്റും. ബാക്കി റസൂലിൻ്റെ കയ്യിൽ വെറും 7 ദീനാർ. അതായത് 7 ദീനാർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്വതക്ക് കൊടുത്തു. അതുപോലെ തന്നെ റസൂലിൻ്റെ വാൾ, യുദ്ധത്തിന് ഉപയോഗിച്ച വാൾ റസൂലുള്ളാഹി മുസ്ലിങ്ങൾക്ക് ദാനം കൊടുത്തു. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും അയൽവാസിയിൽ നിന്നും കടം വാങ്ങിയതാണ്. റസൂലുള്ളാഹിന്റെ പടയെങ്കിൽ പണയം വെച്ചിട്ടാണ് അടുപ്പെന്ന ആയിഷ ബീവിൻ്റെ വീട്ടിൽ പോകഞ്ഞത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, മരണ ദിവസം തിങ്കളാഴ്ച റസൂലുള്ളാഹി സുബഹി നിസ്കാര സമയമായി. അബൂബക്കർ റളിയല്ലാഹു ഇമാമ് നിസ്കരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി നിസ്കരിക്കുന്ന സ്വഹാബികൾ അങ്ങനെ നോക്കി. റസൂലുള്ളാഹി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി കേട്ടപ്പോൾ സ്വഹാബികൾക്കൊക്കെ വലിയ സന്തോഷമായി. അവർ വിചാരിച്ചു റസൂലുള്ളാഹിന്റെ രോഗം മാറിയെന്ന്. മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വദന്ന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ഹദീസുകളിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി ഫഅശാറ ഇലൈഹിം ബിയദിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഹുമുൽ മുസ്ലിമൂൻ അൻ യഫ്തതിനു ഫീ സ്വലാത്തിഹിം ഫറഹൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങൾ ഒന്നടങ്കം പേടിച്ചു. അല്ല, ഞങ്ങൾ പേടിച്ചു പോയി, ഞങ്ങളെ നിസ്കാരം ബാത്തിലായി പോകുമെന്ന്.
കാരണം എന്താ? സന്തോഷം കൊണ്ട്, റസൂലുള്ളാഹിന്റെ രോഗം മാറുന്ന സന്തോഷം കൊണ്ട് നിസ്കാരം ബാത്തിലാകുമെന്ന് ഞങ്ങൾ പേടിച്ചു. റസൂലുള്ള ആ പുതപ്പൊന്ന് മാറ്റി, വീടിൻ്റെ പുതപ്പ് മാറ്റി പള്ളിയിൽ സ്വഹാബികൾ നിസ്കരിക്കണ കണ്ടു. റസൂലുള്ള ആ പുതപ്പ് മാറ്റി കടന്നു. അപ്പോൾ സ്വഹാബികളൊക്കെ വിചാരിച്ചു റസൂലിൻ്റെ രോഗം മാറിയെന്ന്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് തൻ്റെ അല്പം ദൂരത്തുള്ള ഒരു ഭാര്യയുണ്ട് അബൂബക്കർ, ആ ഭാര്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ദുഹാ സമയമായപ്പോൾ പ്രിയപ്പെട്ടവരെ റസൂലുള്ള അദ്ദേഹത്തിൻ്റെ വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ പിടിക്കുകയാണ്. അങ്ങനെ 2 വട്ടം ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് വിളിച്ചു. ഒരു വട്ടം ഫാത്തിമ റളിയല്ലാഹു കരഞ്ഞു, മറ്റൊരു വട്ടം ചിരിച്ചു. പിന്നീട് ചോദിച്ചു, എന്താണ് നിങ്ങൾ കരയാൻ കാരണം, ചിരിക്കാൻ കാരണം? അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞു, എന്നോട് ആദ്യം വിളിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂൽ നിൻ്റെ ഉപ്പ മോളെ വിട പറയാൻ വേണ്ടി പോവാണ്, അപ്പം ഞാൻ കരഞ്ഞു. പിന്നെ വിളിച്ചപ്പം പറഞ്ഞു, എനിക്ക് ശേഷം എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എൻ്റെ അടുത്തേക്ക് വരെ ഫാത്തിമ നീയായിരിക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ള മരിച്ച് 6 മാസം കൊണ്ട് വീണ്ടും മരണപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ഫാത്തിമ റസൂലുള്ള ചോദിച്ചു, യാ ഫാത്തിമ അലാ തർദൈന അൻ തകൂനി സയ്യിദത നിസാഇൽ മുഅ്മിനീൻ ഔ സയ്യിദത നിസാഇ ഹാദിഹിൽ ഉമ്മ. അല്ലയോ ഫാത്തിമ, നീ ആഗ്രഹിക്കുന്നില്ല, നീ തൃപ്തിപ്പെടില്ലേ സ്വർഗത്തിലെ സ്ത്രീകളുടെ സയ്യിദത്തായി, നേതാവായി, ഈ ഉമ്മത്തിലെ സ്ത്രീകളുടെ നേതാവായി നീ മാറിത്തിരുന്നത് നീ ആഗ്രഹിക്കുന്നില്ലേ, തൃപ്തിപ്പെടുന്നില്ലേ ചോദിച്ചപ്പം ഫാത്തിമ പുഞ്ചിരിച്ചു എന്ന്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, വീണ്ടും റസൂലുള്ള ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യമാരോടൊക്കെ റസൂലുള്ള നന്മ കൊണ്ട് വസിയത്ത് ചെയ്തു, ജനങ്ങളോട് വസിയത്ത് ചെയ്തു. റസൂലുള്ള മരിക്കണം അന്ന് ദുഹാ നേരത്ത് പറയാണ്, അസ്വലാത്ത്, ജനങ്ങളെ നിസ്കാരത്തിൻ്റെ കാര്യം കേട്ടോ, അസ്വലാത്ത്, ജനങ്ങളെ നിസ്കാരത്തിൻ്റെ കാര്യം. എപ്പം പ്രിയപ്പെട്ടവരെ? മണിക്കൂറുകൾക്കപ്പുറം റസൂലുള്ള മരിക്കുക. അപ്പോഴും റസൂലുള്ള പറഞ്ഞ കാര്യം എന്താ? അസ്വലാത്ത്, നിസ്കാരം. അത്ര ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം. നമ്മൾ ഇന്ന് പലരും ആ നിസ്കാരത്തെ ആ ഗൗരവപൂർവ്വം കാണില്ലെങ്കിൽ വലിയ വിഷയമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ കാണാൻ പറ്റും. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വാ കർബ അബാ. റസൂലുള്ളാഹിന്റെ വേദന കണ്ട് ഫാത്തിമ ബീവി പറയുന്നു, വാ കർബ അബാ, എൻ്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്. ഫാത്തിമ റസൂലുള്ള പറഞ്ഞു, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം. മോളെ, നിന്റെ ഉപ്പാക്ക് ഇന്നേക്ക് ശേഷം മോളെ ഒരു വേദനയും ഉണ്ടാവുകയില്ല. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹുവിന്റെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ഹദീസിൽ കാണാൻ പറ്റും, വബൈന സഹരി വലഹരി, എൻ്റെ മടിത്തട്ടിലും എൻ്റെ മാറിടത്തിനും ഇടയിൽ റസൂലുള്ളാഹി അങ്ങനെ കിടക്കുകയാണ്. ആ സമയത്താണ് ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്തേക്ക് വരുന്നത്. ആ റസൂലിന്റെ അടുത്തേക്ക് വന്നപ്പോൾ റസൂലുള്ള ആ അബ്ദുറഹ്മാന്റെ ഈ പോക്കറ്റിലുള്ള അറാഖിന്റെ കൊള്ളിയിലേക്ക് നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ നമ്മുടെ ഉമ്മാക്ക് മനസ്സിലായി, എൻ്റെ റസൂല് പല്ല് തേക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ അറാഖിന്റെ കൊള്ളി വാങ്ങി. അവർ തമ്മിലുള്ള ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാകണം, ഏറ്റവും നല്ല ഉദാഹരണം അത്. ലോകത്ത് ഏറ്റവും അധികം വിമർശനം വരുന്ന വിവാഹമാണ് പ്രവാചകനും ആയിഷ ബീവിയും തമ്മിലുള്ള വിവാഹം. എന്നാൽ അവരെങ്ങനെ ജീവിച്ച്? മരിക്കുമ്പം പോലും റസൂലുള്ളാഹിന്റെ ആരെ മടിത്തട്ടില്ല മരിക്കണത്? ആയിഷ ബീവിന്റെ മടിത്തട്ടില്ല. റസൂലുള്ളാഹിന്റെ നോട്ടം കണ്ടപ്പോൾ ആയിഷ ബീവിക്ക് മനസ്സിലായി, റസൂലുള്ളാഹിന്റെ നോട്ടം കണ്ടപ്പോൾ മനസ്സിലായി, എൻ്റെ റസൂലുള്ള, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പല്ല് തേക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് അറാക്കിൻ്റെ കൊള്ളി വാങ്ങി. അത് കുറച്ച് കട്ടിയുണ്ട്. നമ്മുടെ ഉമ്മ ആ അറാക്കിൻ്റെ കൊള്ളി ഒന്ന് കടിച്ച് പദം വരിച്ച് റസൂലുള്ളാഹിന്റെ പല്ല് വെച്ചു കൊടുത്തു. നമ്മുടെ ഉമ്മ പറഞ്ഞു, എൻ്റെ ഉമ്മുനീരും റസൂലിൻ്റെ ഉമ്മുനീരുമാണ് അവസാനമായി കൂടിച്ചേർന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിക്ക് പല്ല് തേച്ചു കൊടുത്തു. വീണ്ടും ചരിത്രത്തിൽ ഹദീസുകളിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി. എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് അസഹനീയമായ വേദന ഉണ്ട് കേട്ടോ. റസൂലുള്ളാഹി പറയാ, മരിക്കണ വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീ അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല അല്ലാഹ്. ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് അസഹനീയമായ വേദനയുണ്ട്. സുമ്മ നസബ യദഹു, റസൂലുള്ളാഹി കൈ ഉയർത്തി എന്നിട്ട് പറഞ്ഞു, ഫിർ റഫീഖിൽ അഅ്ലാ അല്ലാഹുമ്മ ഗഫിർ ലി വർഹംനി വഅൽഹിഖ്നി ബിർ റഫീഖിൽ അഅ്ലാ. അല്ലാഹുമ്മ ഗഫിർ ലി, പടച്ചോൻ എനിക്ക് പുറത്തു തരണേ. ആരാ പറയുന്നത് പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ റസൂല് മരിക്കുമ്പോൾ പറയാം, അല്ലാഹുമ്മ ഗഫിർ ലി. ഒരു തിന്മ പോലും ചെയ്യാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ പറയാം, അല്ലാഹുമ്മ ഗഫിർ ലി, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ. വർഹംനി, എന്നോട് കരുണ കാണിക്കണേ. വഅൽഹിഖ്നി ബിർ റഫീഖിൽ അഅ്ലാ, നിന്റെ ഉന്നതമായ കൂട്ടുകാരോടൊപ്പം പടച്ചോനെ എന്നെ നീ ചേർക്കണമേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രവാചകന്റെ കൈ അങ്ങ് താന്നു. ആ പ്രവാചകൻ ആ നിമിഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദുഹാ സമയം പിന്നിട്ട് ലോകത്തോട് വിട പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രവാചകന്റെ മരണത്തിൻ്റെ രംഗം. ഈ മരണം നമുക്ക് വിശ്വാസികൾക്ക് ധാരാളം പാഠങ്ങളുണ്ട്. റസൂലുള്ളാഹി മരിച്ചപ്പോൾ സ്വഹാബികൾക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ ആരെങ്കിലും മരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാളുകൊണ്ട് ശരിയാക്കും. ഉമർ റളിയല്ലാഹു വാളൂരി പിടിച്ചു. റസൂലുള്ളാഹി മരിച്ചു എന്ന് അംഗീകരിക്കാൻ സ്വഹാബികൾക്ക് ആർക്കും സാധിച്ചില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, റസൂലുള്ളാഹിനെ നോക്കി റസൂലുള്ളാഹിക്ക് ഒരു ചുംബനം നൽകിയിട്ട് അബൂബക്കർ റളിയല്ലാഹു വന്നു. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, വമൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ്
ഫഇന്നല്ലാഹ ഹുവ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹിനെ ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹ് ഹയ്യുൻ എന്നൊന്നും ജീവിക്കുന്നവനും മരിക്കാത്തവനും. ഖുർആനിലെ ആയത്ത് മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്ന ആയത്ത് അബൂബക്കർ ഓതാണ്. ആ സമയത്ത് സ്വഹാബികളൊക്കെ പൊട്ടി പൊട്ടി പൊട്ടിക്കരയാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് 14 നൂറ്റാണ്ടുകൾക്ക് മദീനയിലെ റബീഉൽ അവ്വൽ ദിനരാത്രങ്ങൾ. സഹാബികൾ ഒന്നടങ്കം സങ്കടപ്പെട്ട, അവർ പൊട്ടി പൊട്ടി കരഞ്ഞ. ബിലാൽ റളിയല്ലാഹു അൻഹു ശേഷം മദീനയിൽ നിന്നിട്ട് പോലില്ല, നാട് വിട്ടുപോയില്ലേ. ആ റബീഉൽ അവ്വലിനെയാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെന്ന് ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. എങ്ങനെ സാധിക്കും പ്രിയപ്പെട്ട? പ്രവാചകനോട് അല്പമെങ്കിലും സ്നേഹമുള്ളവന് ഹുബ്ബുൻ നബി യാഥാർത്ഥ്യമാണെങ്കിൽ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ എങ്ങനെ നാടിനുള്ള റാലികളുമായി മിഠായും പായസം വിതരണം ചെയ്യാൻ ഒരു മുസ്ലിമിന് സാധിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ മരണത്തിൽ അദ്ദേഹം അവസാനം നൽകിയ വസിയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനനി ലിഹാദാ മാ കുന്നാ നഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ രംഗങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. അള്ളാഹു ആ റസൂലുള്ളാഹിൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ചും ഈ സമയത്ത് റബീഉൽ അവ്വലിൻ്റെ പേരിൽ, പ്രവാചകൻ്റെ ജന്മദിനാഘോഷത്തിൻ്റെ പേരിൽ ധാരാളം ബിദ്അത്തുകൾ നടക്കുന്നുണ്ട്. ഇതൊരിക്കലും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. മഹാനായ പണ്ഡിതൻ ഇമാം ഫാക്കിഹി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നഹ വലാ യുൻഖൽ അമലുഹു അൻ അഹദി മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ المتمسكون بآثار الأولين بل هو بدعة أحدثها البطالون وشهوة نفس اعتنى بها اللكالون لا أعلم لهذا المولد أصلا في كتاب ولا سنة. ഈ മൗലിദ് ഉണ്ടല്ലോ, നബിദിനാഘോഷം, ഇതിന് ഖുർആനിലോ സുന്നത്തിലോ യാതൊരു തെളിവുമില്ല, ഇതെനിക്കറിയില്ല. അതുപോലെ തന്നെ ഇത് ഉമ്മത്തിന്റെ ഉന്നതന്മാരായ നേതാക്കളിൽ നിന്നും സഹാബാക്കളിൽ നിന്നും ഇത്തരം ഒരു പ്രവർത്തനത്തെ ഉദ്ധരിക്കുക പോലും ചെയ്തിട്ടില്ല. ഇതുണ്ടാക്കിയതാരാ? ശാപ്പാട്ടി വീരന്മാരുണ്ടാക്കിയ ബിദ്അത്താണ് ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. മഹാനായ പണ്ഡിതൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹ ഹസന. നമ്മുടെ നാട്ടിലെ ആളുകൾ എന്താ പറയാ? ബിദ്അത്താണ്, ഇതൊരു നല്ല കാര്യമല്ലേ, നല്ല ബിദ്അത്തല്ലേ, കുറെ ഭക്ഷണം കൊടുക്കല്ലേ പാവപ്പെട്ടവർക്ക്. മാലിക് പറയാൻ ആളുകൾ ഇതിനൊരു ബിദ്അത്ത് ഉണ്ടാക്കി, അത് നല്ലതാണെന്ന് അവൻ കാണുകയാണ്. ഫഖദ് അവൻ പറയുന്നത് അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നബിദിനാഘോഷം അത് ഇസ്ലാമികമല്ല. റബീഉൽ അവ്വൽ വരുമ്പം നമുക്ക് വരേണ്ട ചിന്ത ആ പ്രവാചകന്റെ മരണമാണ്. ആ പ്രവാചകൻ മരണവേളയിൽ സ്വഹാബാക്കൾക്ക് കൊടുത്ത ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടത്. തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പല തെറ്റുകളും നമുക്ക് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇന്നും ബിദ്അത്തിന്റെ ഇത്തരം കെട്ടുകളിൽ അകപ്പെട്ടവർക്ക് അള്ളാഹു തആല ഹിദായത്ത് പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും പടച്ചിറപ്പ് പ്രവാചകനോട് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ മിനൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹാജാത്ത് അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുറത അയ്നിൻ വജഅൽനാ മുത്തഖീന ഇമാമാ. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.